തുടർന്ന് നമ്മൾ വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കും. എന്താണ് ഈ കാഴ്ചവെപ്പ്? മറ്റ് ആരാധനാക്രമങ്ങളിൽ നിന്ന് നമ്മുടെ കാഴ്ചവെപ്പിനുള്ള വ്യത്യാസം അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛന്മാര് നമ്മുടെ കുർബാനയിൽ ഇങ്ങനെ കുരിശാകൃതിയിലാണ് കാഴ്ചവെക്കുന്നത്. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെയാണ് അവിടെ സമർപ്പിക്കുക. അന്നേരം നമ്മൾ പാടുന്ന പാട്ട് ഏതാണ്? മിശിഹ കർത്താവിൻ തിരുമയി നിണവുമിത പാവന ബലിപീഠ. നോക്കുക, അതുകൊണ്ടാണ് മറ്റ് പാട്ടുകളൊന്നും കാഴ്ചവെപ്പിന് പാടാൻ പാടില്ല എന്ന് പറയും. ഇതര സഭകളിൽ നമ്മുടെ അധ്വാന ഫലങ്ങളെയാണ് നമ്മൾ കാഴ്ചവെക്കുക. നമ്മുടെ ആരാധനാക്രമത്തിൽ നാം കാഴ്ചവെക്കുന്നത് നമ്മുടെ അധ്വാന ഫലങ്ങളെയല്ല, സ്വർഗത്തിന് ഏറ്റവും പ്രീതികരമായ പുത്രൻ തമ്പുരാന്റെ ശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത്. അച്ഛൻ കുരിശിൽ നിന്ന് ഈശോയുടെ ശരീരം ഇറക്കിയതുപോലെ ഇതാ താഴേക്ക് അപ്പവും വീഞ്ഞും ഇറക്കി വെച്ചു. എന്നിട്ട് അതിനെ ശോശപ്പ എന്ന് പറഞ്ഞൊരു തുണിയിട്ട് മൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്താണ് ശോശപ്പ ഇട്ട് മൂടുന്നതിൻ്റെ അർത്ഥം എന്നറിയാവോ? അത് ഈശോയെ സംസ്കരിക്കുക, ഈശോയെ അടക്കം ചെയ്യും. ആ അടക്കം ചെയ്ത സ്ഥലമാണ് അൾത്താരം, ബലിപീഠം. ബലിപീഠം കർത്താവിൻ്റെ കബറിടമാണ്. ആ കബറിടത്തിൽ കർത്താവിനെ സംസ്കരിച്ചു. എന്നിട്ട് അച്ഛൻ താഴെ ഇറങ്ങി വന്ന് അനുസ്മരണ പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണവും ചൊല്ലി അനാഫറ ബലിപീഠത്തിൽ വന്ന് ആരംഭിക്കും.